കിട്ടിയത് 8ന്റെ പണി. റിപ്പോർട്ടർ ചാനൽ തകർന്നു തരിപ്പണമായി. ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മികച്ച മാധ്യമപ്രവർത്തകൻ ആ ചാനൽ വിട്ടിരിക്കുകയാണ്. മുങ്ങാൻ പോകുന്ന കപ്പലിൽ അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് നികേഷ് കുമാർ എന്ന പ്രമുഖ ജേർണലിസ്റ്റിന് ശേഷം ഉണ്ണി ബാലകൃഷ്ണൻ കൂടി പടിയിറങ്ങുന്നത്. മരം മുറിക്കാരനായ സഹോദരന്മാർ സ്വന്തം തട്ടിപ്പ് മറച്ചുവെക്കാൻ വേണ്ടി ഇതേ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം വാരി വിതറിക്കൊണ്ട് ARഉം VRഉം ഒക്കെയായി സിനിമാ സ്റ്റൈലിൽ ഒരു ചാനലിനെ കെട്ടിപ്പൊക്കി എന്നല്ലാതെ വാർത്തകൾ കൊണ്ട് അതിലെ വാസ്തവം കൊണ്ട് ജനവിശ്വാസ്യത സമ്പാദിക്കാനായിട്ടില്ല. കഴിഞ്ഞിടയ്ക്ക് റേറ്റിംഗിൽ ഒന്നാമതെത്താനായിട്ട് കേരള കേബിൾ TVക്കാർക്ക് നൽകിയത് 5 കോടി രൂപയാണ്. ഓരോരുത്തരും TV തുറക്കുമ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനൽ മുന്നിൽ തെളിഞ്ഞു നിൽക്കാനായിട്ടാണ് ഇത്തരത്തിൽ കോടികൾ കേബിൾ നെറ്റ്വർക്കുകാർക്ക് തള്ളിക്കൊടുത്തത്. അങ്ങനെ 2 മിനിറ്റ് നേരം ആരെങ്കിലുമൊക്കെ ഈ ചാനൽ തുറന്നു വെക്കുന്നത് കൊണ്ട് മാത്രം റേറ്റിംഗിൽ പിടിച്ചു നിൽക്കുകയാണ് റിപ്പോർട്ടർ. എന്തിനേറെ പറയുന്നു, ഒളിക്യാമറയുമായി പൾസർ സുനിക്ക് പിന്നാലെ പോയി മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നു എന്ന വലിയ എക്സ്ക്ലൂസീവ് പോലും സൃഷ്ടിക്കാൻ നോക്കിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ജനങ്ങൾ ആട്ടിയോടിച്ചു. കമന്റ് ബോക്സുകളിൽ അരുൾകുമാർ എന്ന ജേർണലിസ്റ്റിനെ നാട്ടുകാർ പൊങ്കാലയിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇവിടെ അല്പമെങ്കിലും ജനങ്ങൾ കണ്ടിരുന്നത് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയായിരുന്നു. അതിൽ കമ്മികൾക്ക് വേണ്ടിയിട്ടും പിണറായിയെ വെള്ള പൂശാനും ഒക്കെയായിട്ട് അരുൺകുമാർ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ സുജയ പാർവതിയെ ഇറക്കിക്കൊണ്ട് സംഘികളെയും കേന്ദ്രത്തെയും സുഖിപ്പിക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ്. ഈടി വരരുതല്ലോ. സ്മൃതി പരുത്തിക്കാട് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെയുള്ളത് ആൻഡോയാണ്. സ്വന്തം തട്ടിപ്പുകൾക്ക് കൊട പിടിക്കാനും അങ്ങനെ മറച്ചു പിടിക്കാനുമായിട്ടൊരു ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾ ഈ ചാനലിൽ ആകെ വിശ്വാസത്തിലെടുത്തത് ഉണ്ണി ബാലകൃഷ്ണനെയാണ്. അദ്ദേഹം കൂടി ചാനൽ വിടുമ്പോൾ തീർത്തും റിപ്പോർട്ടർ എന്ന ചാനൽ തകർന്നു തരിപ്പണമാവുകയാണ്. ഇവിടെ പണ്ടേ ഈ ചാനൽ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വന്തം പാർട്ടി നേതാക്കന്മാരെ അന്തിച്ചർച്ചയ്ക്ക് പോലും അധികം വിടാത്ത കോൺഗ്രസ് ആഹ്ലാദ തിമിർപ്പ് മൂലം കൈയടിക്കുകയാണ്. നിരന്തരം കോൺഗ്രസിനെ താറടിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമായിരുന്നു ഈ ചാനലിന്റെ അജണ്ട. കോൺഗ്രസ് ഉയർത്തുന്ന എല്ലാ വാദഗതികളെയും കണ്ടില്ലെന്ന് നടിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തിരിയുക, കോൺഗ്രസിന്റെ പാർട്ടി മേലാളന്മാരെ അവര് തന്നെ തീരുമാനിക്കുക, എന്നിട്ട് മണിക്കൂറുകൾ വെച്ച് ആളെ മാറ്റുക. അങ്ങനെ കോൺഗ്രസിൽ ഇപ്പോഴും അടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അരുൺകുമാർ അടക്കമുള്ള ജേർണലിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് റിപ്പോർട്ടറിനെ പണ്ടേ ബഹിഷ്കരിച്ചത്.